സമസ്തയെ പ്രശംസിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്നലെ സമസ്തയുടെ പരിപാടി നടക്കുന്ന വേദിയിൽ. വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ഇടം സമസ്തയിൽ ഉണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞു. സമസ്തയുടെ സാന്നിധ്യമില്ലാത്ത കേരളത്തെക്കുറിച്ച് ചിന്തിക്കാനാകില്ലെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അതേസമയം സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ തീരുമാനം തിരുത്തണമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടു. സമസ്തയുടെ ചരിത്രം പറയുന്ന പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു വിമർശനവും പ്രശംസകളും. സമസ്തയുടെ ചരിത്രത്തിൽ തുടങ്ങി വർത്തമാനകാലത്തെ പ്രവർത്തനങ്ങളും പരാമർശിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. സമൂഹത്തിൽ വെളിച്ചം പകർന്ന് സമസ്ത വളരുമ്പോൾ ചില സംഘടനകൾ സങ്കുചിത പിടിമുറുക്കത്തിൽ തുടരുകയാണ്. സമസ്ത മുന്നോട്ട് വയ്ക്കുന്ന ചിലതിൽ വിയോജിപ്പുണ്ടെന്നും അത് തുറന്നു പറയാനുള്ള ജനാധിപത്യ ഇടമുള്ളതാണ് ശ്രദ്ധേയമെന്നും മുഖ്യമന്ത്രി. സമസ്ത സമ്മേളനങ്ങൾ, സമസ്തയുടെ ഇടപെടലുകൾ, സംവാദങ്ങൾ തുടങ്ങിയവയൊക്കെ ഈ പുസ്തകത്തിൽ വിഷയമാകുന്നു. അത്തരം കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുള്ളവയുമുണ്ട്, വിയോജിപ്പുള്ളവയുമുണ്ട്. എന്നാൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ജനാധിപത്യപരമായ ഇടം നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള കാലത്ത് സമസ്തയുടെ സാന്നിധ്യം ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അതിനിടയിൽ മുഖ്യമന്ത്രിക്കെതിരെ സതീശന്റെ ഒളിയമ്പ്. വേദി വിട്ട് മുഖ്യമന്ത്രി പോയ ശേഷമായിരുന്നു പരോക്ഷ വിമർശനം. ഇവിടെ അഭിയോഗ്യനായ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെയും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. ഏത് കാര്യവും സരസമായിട്ട് അങ്ങോട്ട് അവതരിപ്പിക്കും. ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, സാധാരണ ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കിയത്, സാധാരണ മുഖ്യമന്ത്രിയുടെ മുഖം മാറി. പക്ഷേ ഇദ്ദേഹത്തിന്റെ അവതരണ രീതി മുഖ്യമന്ത്രി പോലും ചിരിച്ചു. അപ്പൊ മുഖ്യമന്ത്രിയെ കൊണ്ടുപോലും ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്. വർഗീയ കലാപമോ അനൈക്യമോ സൃഷ്ടിക്കുന്ന യാതൊരു പ്രവർത്തനവും സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ഒരു പെറ്റിക്കേസ് പോലും സംഘടനയ്ക്കെതിരെ ഉണ്ടായിട്ടില്ല. അതേസമയം സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ തീരുമാനം തിരുത്തണമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നടത്താനുള്ളത് മദ്രസയുടെ സ്കൂളിന്റെ സമയം മാറ്റം അതൊരു അരമണിക്കൂർ ജാസ്തിയാക്കുമ്പോൾ അതുകൊണ്ട് ഈ മതരംഗത്ത് പഠിക്കുന്ന 12 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ കൂടി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് ഈ അവസരത്തിൽ. അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുള്ളത് നമുക്കറിയാം. അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് തുടരുമ്പോഴും വിവാദ വിഷയങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സമസ്തയുടെ വേദിയിൽ ശ്രദ്ധിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.